2026 ഏപ്രിൽ മാസം 30 ജബൽപൂർ നഗരത്തിന് സമീപമുള്ള ഭാർഗി ഡാം പ്രദേശം. വൈകുന്നേരം ഏകദേശം 5:15. അന്നത്തെ ദിവസം അവിടെ അതീവ ശാന്തമായി തോന്നിയിരുന്നു. നർമ്മദ നദിയുടെ മേൽപ്പരപ്പിൽ ചെറിയ തിരമാലകൾ പതുക്കെ ഒഴുകിക്കൊണ്ടിരുന്നു. കാലാവസ്ഥ തെളിഞ്ഞതായിരുന്നു. മുഴുവൻ അന്തരീക്ഷത്തിലും ഒരു വിചിത്രമായ സമാധാനം നിറഞ്ഞിരുന്നു. 43 യാത്രക്കാരുമായി ഒരു ക്രൂസ് പതുക്കെ വെള്ളത്തിലൂടെ മുന്നോട്ട് സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ആളുകൾ ചിരിക്കുന്നു, കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. കുടുംബങ്ങൾ ആ മനോഹര നിമിഷം ക്യാമറയിൽ പകർത്തുകയായിരുന്നു. എല്ലാം തികച്ചും പെർഫെക്റ്റായി തോന്നി. പക്ഷേ ശരിക്കും എല്ലാം കാണുന്നത് പോലെ സുരക്ഷിതമായിരുന്നോ? ആ ക്രൂസിലുണ്ടായിരുന്ന ഓരോരുത്തർക്കും അറിയാമായിരുന്നോ ചില നിമിഷങ്ങൾക്കകം സാഹചര്യം പൂർണ്ണമായും മാറിപ്പോകുമെന്ന്? ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഈ സംഭവം തീർച്ചയായും എല്ലാവരുടെ മനസ്സിലും ഒരു വേദനയുണ്ടാക്കും. ഈ സംഭവത്തിന് ശേഷം രാജ്യം മുഴുവനും നടുക്കിയ ഒരു ദൃശ്യം പുറത്തു വന്നു. റെസ്ക്യൂ ഓപ്പറേഷനിടെ ഒരു ചിത്രം എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി. ഒരമ്മ തന്റെ ചെറിയ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച നിലയിൽ കണ്ടെത്തപ്പെട്ടു. അവസാന ശ്വാസം വരെ കുഞ്ഞിനെ രക്ഷിക്കാൻ ശ്രമിച്ചതുപോലെ. പക്ഷെ ഇരുവരെയും പുറത്തെടുത്തപ്പോൾ സത്യം അതീവ വേദനാജനകമായിരുന്നു. അമ്മയും രക്ഷപ്പെട്ടില്ല, അവളുടെ നിരപരാധിയായ കുഞ്ഞും രക്ഷപ്പെട്ടില്ല. ആ ഒരു നിമിഷം അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും മൗനത്തിലാഴ്ത്തി. മീഡിയ ആയാലും അധികാരികളായാലും സാധാരണ ജനങ്ങളായാലും എല്ലാവരുടെയും കണ്ണുകളിൽ കണ്ണീർ മാത്രമായിരുന്നു. വാക്കുകളിൽ നിശബ്ദത മാത്രം. സത്യത്തിൽ അന്ന് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇപ്പോൾ അറിയാം. അന്നേ ദിവസം യാത്ര തിരിച്ച ക്രൂസിന്റെ ലക്ഷ്യം വെറും ഒരു വിനോദയാത്ര മാത്രമായിരുന്നു. ഒരു ചെറിയ ട്രിപ്പ്, ഒരു സന്തോഷകരമായ എക്സ്പീരിയൻസ്. പക്ഷെ ഞെട്ടിക്കുന്ന കാര്യം എന്തെന്നാൽ ആ 43 യാത്രക്കാരിൽ വെറും 29 പേർക്കാണ് സാധുവായ ടിക്കറ്റുകൾ ഉണ്ടായിരുന്നത്. ഇനി ബാക്കിയുള്ളവരുടെ കാര്യം എടുത്താൽ ചില ആളുകൾക്ക് യാതൊരു പ്രോപ്പർ എൻട്രിയും ഇല്ലാതെയാണ് ആ ക്രൂസിൽ പ്രവേശനം ലഭിച്ചത്. അപ്പോൾ ചോദ്യം ഉയരുന്നത്, ഇത്ര വലിയ ഓവർസൈറ്റ് എങ്ങനെ സംഭവിച്ചു? ആരാണ് ഈ സംവിധാനത്തെ അവഗണിച്ചത്? എന്തുകൊണ്ട്? ക്രൂസ് നദിയുടെ മധ്യഭാഗത്തെത്തിയതോടെ പെട്ടെന്ന് കാലാവസ്ഥ മാറി തുടങ്ങി. ശക്തമായ കാറ്റ് വീശാൻ തുടങ്ങി. കുറച്ച് നിമിഷങ്ങൾക്കകം തന്നെ കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ എത്തി. ഇതുവരെ ശാന്തമായിരുന്ന ജലത്തിന്റെ മേൽപ്പരപ്പ് ഇപ്പോൾ അത്യന്തം അപകടകരമായി മാറിയിരിക്കുന്നു. അല്പസമയം മുൻപ് വരെ സമാധാനപൂർണമായ അന്തരീക്ഷം ഇപ്പോൾ ഭയമായി മാറി തുടങ്ങി. ഇനി പുറത്തുവരാൻ പോകുന്നത് വെറും ഒരു അപകടത്തിന്റെ കഥ മാത്രമല്ല, അവഗണിക്കാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ അന്തരീക്ഷം പതുക്കെ മാറി തുടങ്ങി. യാത്രക്കാരുടെ മുഖങ്ങളിൽ നേരത്തെ ഉണ്ടായിരുന്ന പുഞ്ചിരിക്ക് പകരം ഇപ്പോൾ വ്യക്തമായ ഭയം കാണാനായി. ചില യാത്രക്കാർക്ക് സ്ഥിതിഗതികൾ മനസ്സിലായി. അവർ ഉടൻ തന്നെ ക്യാപ്റ്റന്റെ അടുത്തേക്ക് ചെന്ന് ഭയത്തോടെ പറഞ്ഞു, സർ, സ്ഥിതി ശരിയല്ല എന്ന് തോന്നുന്നു. പ്ലീസ് ക്രൂസിനെ കരയിലേക്ക് എത്തിക്കാമോ? കാറ്റും കൊടുങ്കാറ്റും ശക്തമാകുന്നു, എന്തും സംഭവിച്ചേക്കാം. അത് വെറും ഒരു റിക്വസ്റ്റ് മാത്രമായിരുന്നില്ല, ഒരു മുന്നറിയിപ്പായിരുന്നു. അവഗണിച്ചാൽ വലിയൊരു ദുരന്തമാകാവുന്ന സൂചന. പക്ഷേ അവിടെ നിയന്ത്രണം കൈകാര്യം ചെയ്തിരുന്ന വ്യക്തിയുടെ സമീപനം തികച്ചും വ്യത്യസ്തമായിരുന്നു. ക്യാപ്റ്റൻ യാത്രക്കാരുടെ വാക്കുകളെ വളരെ ലഘുവായി എടുത്തു. അവന് അതൊരു സാധാരണ കാര്യം പോലെ തോന്നി. അവൻ നിർഭയമായി മറുപടി പറഞ്ഞു, അയ്യോ, ഒന്നും സംഭവിക്കില്ല, ഞാനുണ്ടല്ലോ. ഇത്ര വർഷമായി ഞാൻ ഇതേ ജോലിയാണ് ചെയ്യുന്നത്, ടെൻഷൻ അടിക്കണ്ട. അവന്റെ ശബ്ദത്തിൽ ആത്മവിശ്വാസത്തെക്കാൾ കൂടുതൽ ഉണ്ടായിരുന്നത് അനാസ്ഥയായിരുന്നു. ഞെട്ടിക്കുന്ന കാര്യം എന്തെന്നാൽ പുറത്ത് കൊടുങ്കാറ്റ് കൂടുതൽ ശക്തമായിരിക്കുകയായിരുന്നു. കാറ്റിന്റെ വേഗത കൂടിക്കൊണ്ടിരുന്നു. പക്ഷെ അതിനിടയിലും ഒരു യാത്രക്കാരനോട് പോലും ലൈഫ് ജാക്കറ്റ് ധരിക്കാൻ ക്യാപ്റ്റൻ പറഞ്ഞില്ല. അവ വിതരണം ചെയ്യാനും അയാൾ ശ്രമിച്ചില്ല. എന്നാൽ കാലാവസ്ഥ എങ്ങനെയായാലും ഓരോ യാത്രക്കാരന്റെയും സുരക്ഷ ഉറപ്പാക്കുന്നത് ഏറ്റവും ബേസിക് സേഫ്റ്റി പ്രോട്ടോകോൾ ആണ്. യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുക അത് ക്യാപ്റ്റന്റെ ഉത്തരവാദിത്വമായിരുന്നു. പക്ഷേ സ്ഥിതിഗതികൾ മനസ്സിലാക്കുന്നതിന് പകരം അവൻ തന്റെ മനഃപൂർവ്വമായ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോയി. ക്രൂസിനെ കരയിലേക്ക് തിരിക്കേണ്ടതിന് പകരം അവിടെ നിന്ന് നദിയുടെ കൂടുതൽ ആഴമുള്ള ഭാഗത്തേക്ക് തിരിച്ചു. ക്രൂസ് മുന്നോട്ട് പോകുന്തോറും കാലാവസ്ഥ കൂടുതൽ അപകടകരമായി മാറി. കാറ്റിന്റെ വേഗത ഇപ്പോൾ മണിക്കൂറിൽ ഏകദേശം 75 കിലോമീറ്റർ വരെ എത്തിയിരുന്നു. തിരകൾ ഇനി വെറും വെള്ളത്തിന്റെ ചലനം മാത്രമായിരുന്നില്ല, അവ ഉയർന്നു പൊങ്ങുകയും ശക്തമായി ഇടിക്കുകയും പലപ്പോഴും നേരെ ക്രൂസിനകത്തേക്ക് വരെ കയറി ചെല്ലുകയും ചെയ്തു. ഓരോ ശക്തമായ കുലുക്കത്തോടും കൂടി യാത്രക്കാരുടെ ഭയം കൂടുതൽ ആഴത്തിലേക്ക് പോവുകയായിരുന്നു. സ്ഥിതി അത്രയും മോശമായി.
ഒടുവിൽ യാത്രക്കാർ തന്നെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ശ്രമിച്ചു തുടങ്ങി. ഭയന്നുപോയ ആളുകൾ ക്രൂസിന്റെ താഴത്തെ ഭാഗത്തേക്ക് ഓടി. അവിടെ നിന്ന് അവർ ലൈഫ് ജാക്കറ്റുകൾ എടുത്ത് ധരിക്കാൻ തുടങ്ങി. ചിലർ സ്വന്തം ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റു ചിലർ അത് മറ്റുള്ളവർക്ക് കൈമാറുകയായിരുന്നു. ഓരോരുത്തരും തങ്ങളെയും സ്വന്തം കുടുംബത്തെയും രക്ഷിക്കാനുള്ള പോരാട്ടത്തിലായിരുന്നു. ആ സമയത്ത് ഇതെല്ലാം ചെയ്യേണ്ട ജോലി ക്യാപ്റ്റന്റേതായിരുന്നു. പക്ഷെ അവൻ തന്റെ സീറ്റിൽ ഇരുന്നു കൊണ്ട് എല്ലാം സാധാരണ എന്ന പോലെ നടിക്കുകയായിരുന്നു. ഒരു എമർജൻസി അനൗൺസ്മെന്റ് പോലും നടത്തിയില്ല. ശരിയായി ഗൈഡൻസ് നൽകാൻ ശ്രമിച്ചില്ല. പകരം തന്റെ പിടിവാശിയിൽ ക്രൂസിനെ കൂടുതൽ അപകടത്തിലേക്ക് നയിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഇത് വെറും ഒരു ചെറിയ പിഴവല്ല. പല തലങ്ങളിലായി നടന്ന ഗുരുതരമായ അനാസ്ഥയുടെ ഫലമായിരുന്നു ഇത്. ഒരു വശത്ത് ആ ക്രൂസിൽ ആകെ 43 പേർ യാത്ര ചെയ്യുകയായിരുന്നു. പക്ഷേ ഒഫീഷ്യലായി ടിക്കറ്റ് എടുത്തത് വെറും 23 പേർ മാത്രം. മറ്റൊരു വശത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നിയമമായ ഓരോ യാത്രക്കാരനും ലൈഫ് ജാക്കറ്റ് നൽകുക എന്ന സുരക്ഷാ നടപടി അതും പൂർണ്ണമായും അവഗണിക്കപ്പെട്ടു. ഇത് ഒരു ചെറിയ പിഴവല്ലായിരുന്നു. തങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ ഉണ്ടായിരുന്ന മനുഷ്യരുടെ ജീവനുമായി നേരിട്ട് കളിച്ചതായിരുന്നു അത്. സമയം കടന്നു പോകുന്തോറും സ്ഥിതിഗതികൾ തിരികെ വരാൻ പോലും കഴിയാത്തൊരു ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. ഒടുവിൽ അല്പസമയം മുൻപ് യാത്രക്കാരുടെ ശബ്ദങ്ങളിൽ കേട്ട ഭയം ഇപ്പോൾ യാഥാർത്ഥ്യമായി. കൊടുങ്കാറ്റ് അത്രത്തോളം രൂക്ഷമായി മാറി. ക്രൂസിന് സ്വന്തം ദിശയിൽ പോലും നിലനിൽക്കാൻ കഴിഞ്ഞില്ല. ശക്തമായ കാറ്റും പൊങ്ങിച്ചെല്ലുന്ന തിരമാലകളും ക്രൂസിനെ പൂർണ്ണമായും പിടിച്ചുകുലുക്കി. ഇപ്പോൾ സ്ഥിതി ക്യാപ്റ്റന്റെ നിയന്ത്രണത്തിൽ നിന്നും പൂർണ്ണമായും പുറത്തായി. കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപ് വരെയും ആത്മവിശ്വാസത്തോടെ നിന്നിരുന്ന ആ വ്യക്തി ഇപ്പോൾ ഭയന്ന് നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് പോലും മനസ്സിലാകാത്ത അവസ്ഥ. അതേസമയം യാത്രക്കാർ സ്വന്തം ജീവൻ രക്ഷിക്കാൻ പരമാവധി ശ്രമിക്കുകയായിരുന്നു. ആരോ നിലവിളിച്ചു, വേഗം ലൈഫ് ജാക്കറ്റ് ധരിക്കൂ, വേഗം, സമയം ഒരുപാട് പോകുന്നു, വൈകിട്ടുണ്ട്, വേഗമെന്ന്. ഇങ്ങനെ ആളുകൾ പരസ്പരം ലൈഫ് ജാക്കറ്റ് കൈമാറാൻ തുടങ്ങി. ചിലർ ആദ്യം സ്വന്തം കുഞ്ഞുങ്ങൾക്ക് ധരിപ്പിച്ചു. ചിലർ വയോധികരായ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ ശ്രമിച്ചു. ഓരോരുത്തരും ഒരു കാര്യം മാത്രം ആലോചിച്ചു, എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. പക്ഷേ സമയം അവരുടെ കൈകളിൽ നിന്നും വഴുതിപ്പോയിരുന്നു. മിക്ക ആളുകളും ലൈഫ് ജാക്കറ്റ് ധരിച്ച ഉടൻ തന്നെ വെറും 1 മിനിറ്റിന് താഴെ എല്ലാം അവസാനിച്ചു. ക്രൂസ് പെട്ടെന്ന് ബാലൻസ് നഷ്ടപ്പെട്ടു. അതേ സ്ഥലത്ത് മറിഞ്ഞു വീണു. ഒരു നിമിഷം കൊണ്ട് തന്നെ മുഴുവൻ ബോട്ടും വെള്ളത്തിനടിയിലേക്ക് മറിഞ്ഞു. ക്രൂസ് മറിഞ്ഞതോടെ ചുറ്റും നിലവിളികളും കരച്ചിലും നിറഞ്ഞു. ആരോ സഹായത്തിനായി നിലവിളിച്ചു. ആരോ സ്വന്തം കുടുംബാംഗങ്ങളുടെ പേരുകൾ വിളിച്ചു പറഞ്ഞു, എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കൂ, ആരെങ്കിലും ഇവിടെ ഉണ്ടോ, എൻ്റെ കുഞ്ഞിനെ ഒന്ന് രക്ഷിക്കണേ എന്ന്. അത്തരം നിലവിളികൾ നദിയുടെ നടുവിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ചിലർ ഭയന്ന് നീന്താൻ തുടങ്ങി. കരയിലെത്താൻ ശ്രമിക്കുന്നവരും ഉണ്ടായിരുന്നു. ചിലർ വെള്ളത്തിനുള്ളിൽ ജീവൻ രക്ഷിക്കാനുള്ള പോരാട്ടത്തിലായിരുന്നു. ആ നിമിഷത്തിൽ ഓരോരുത്തരും സ്വന്തം നിലനിൽപ്പിനായാണ് പോരാടിയത്. മീഡിയ റിപ്പോർട്ടുകൾ പ്രകാരം ഈ ദുരന്തത്തിൽ 28 പേരെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. 13 പേർ മരിച്ചു. ഈ ഭീതിയും വേദനയും നിറഞ്ഞ അവസ്ഥയ്ക്കിടയിലും ഒരു ദൃശ്യം എല്ലാവരെയും ഉള്ളിൽ നിന്ന് തകർത്തു. വെള്ളത്തിന്റെ മേൽപ്പരപ്പിൽ ഒരു അമ്മ തന്റെ ചെറിയ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച നിലയിൽ കണ്ടെത്തപ്പെട്ടു. അവസാന നിമിഷം വരെ തന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ ശ്രമിച്ചതുപോലെ. പക്ഷേ വിധി അതത്രത്തോളം ക്രൂരമായിരുന്നു. റെസ്ക്യൂ സംഘം അവിടെ എത്തുമ്പോഴേക്കും ഇരുവരുടെയും ശ്വാസം നിലച്ചിരുന്നു. ആ അമ്മയും അവളുടെ കുഞ്ഞും എന്നേക്കുമായി നിശബ്ദരായി. അവരെ കരയിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഓരോരുത്തരും കല്ലുപോലെ മൗനത്തിലായി. ക്യാമറകൾക്ക് പിന്നിലുണ്ടായിരുന്ന റിപ്പോർട്ടർമാർ, സംഭവസ്ഥലത്തുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ, സാധാരണ ജനങ്ങൾ, എല്ലാവരുടെയും കണ്ണുകളിൽ കണ്ണീർ മാത്രം. ആർക്കും വാക്കുകൾ ഉണ്ടായിരുന്നില്ല. ഒരേ ഒരു ചോദ്യം മാത്രമായിരുന്നു എല്ലാവർക്കും, ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു? സ്വന്തം അമ്മയുടെ നെഞ്ചിൽ ചേർന്ന് കിടന്ന ആ കുഞ്ഞിന്റെ ചിത്രം, അത് ഇന്നും ഈ ദുരന്തത്തിന്റെ ഏറ്റവും വേദനാജനകമായ സാക്ഷ്യമായി നിലകൊള്ളുകയാണ്. ഇന്നും അതേ ചോദ്യം വായുവിൽ തങ്ങി നിൽക്കുന്നു. ഈ ദുരന്തം ഒഴിവാക്കാമായിരുന്നല്ലോ, അല്ലെങ്കിൽ ഇതൊരു ഭീകര അനാസ്ഥയുടെ ഫലമായിരുന്നോ? അവിടെയാണ് ഏറ്റവും വലിയ ചോദ്യം ഉയരുന്നത്. ഇതെങ്ങനെ സംഭവിച്ചു? ഒന്നിനു പിന്നാലെ മറ്റൊന്നായി പുറത്തു വന്ന വിവരങ്ങൾ മുഴുവൻ സംവിധാനത്തിന്മേൽ വിരൽ ചൂണ്ടുകയായിരുന്നു. ഭരണ സംവിധാനമായാലും ക്രൂസിന്റെ സുരക്ഷാ സംവിധാനമായാലും എല്ലാ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉത്തരവാദിത്വം ആവശ്യപ്പെടാൻ തുടങ്ങി. അങ്ങനെ ചോദ്യമുയരുന്നത് പൂർണ്ണമായും ന്യായമാണ്. കാരണം ഇത്ര വലിയ അനാസ്ഥ ഒരു ചെറിയ പിഴവായി കാണാൻ കഴിയില്ല. ജനങ്ങൾ ചോദിക്കാൻ തുടങ്ങി, സ്ഥിതി മോശമാകാമെന്ന് ആരും മുൻകൂട്ടി മനസ്സിലാക്കിയില്ലേ? ആ സമയത്ത് ഒരു ഉത്തരവാദിത്വമുള്ള വ്യക്തിക്കും യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കാൻ സാധിച്ചില്ലേ? ആദ്യമായി ഉയർന്നു വന്ന ചോദ്യം ഈ യാത്രക്കാരുടെ എണ്ണത്തെക്കുറിച്ചായിരുന്നു. ആ ക്രൂസിൽ ആകെ 43 പേരുണ്ടായിരുന്നു.
പക്ഷേ നിയമപരമായി രജിസ്റ്റർ ചെയ്തതും ഔദ്യോഗിക ടിക്കറ്റ് എടുത്തതുമായ ആളുകൾ വെറും 28 പേർ മാത്രമായിരുന്നു. അതായത് ക്രൂസ് ഓവർലോഡ് ആയിരുന്നു. ഇതൊരു ചെറിയ കാര്യം അല്ല. ഇത് സേഫ്റ്റി റൂൾസ് നേരിട്ട് ലംഘിച്ചതായിരുന്നു. അതിനുശേഷം പുറത്തു വന്ന രണ്ടാമത്തെ ഗുരുതരമായ പിഴവ് വീണ്ടും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. കാലാവസ്ഥ മോശമാകാൻ തുടങ്ങിയിട്ടും യാത്രക്കാർക്ക് ലൈഫ് ജാക്കറ്റ് വിതരണം ചെയ്തില്ല. അത് ക്രൂവിന്റെ ഉത്തരവാദിത്വമാണ്. പക്ഷേ അവിടെ സംഭവിച്ചത് അതിന്റെ പൂർണ്ണ വിരുദ്ധമായിരുന്നു. ആളുകൾ സ്വയം താഴേക്ക് പോയി, സ്വയം ജാക്കറ്റ് എടുത്ത് പരസ്പരം ധരിപ്പിക്കാൻ തുടങ്ങി. ആരോ മറ്റൊരാളോട് പറയുന്നുണ്ടായിരുന്നു, ഇത് വേഗം ധരിക്കൂ, ഇത് ഒരുപക്ഷെ ഉപകാരപ്പെടാമെന്ന്. ആ ഒരു സാഹചര്യം മാത്രം മതിയായിരുന്നു ആ മുഴുവൻ സംവിധാനവും പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ. മൂന്നാമത്തെയും ഏറ്റവും അപകടകരമായ കാര്യം, കാലാവസ്ഥ തുടർച്ചയായി മോശമാകുമ്പോഴും കാറ്റ് കൂടുതൽ ശക്തമാകുമ്പോഴും ക്യാപ്റ്റൻ ക്രൂസിനെ സുരക്ഷിതമായി കരയിലേക്ക് തിരിച്ചില്ല. പകരം അയാൾ നദിയുടെ കൂടുതൽ ആഴമുള്ള ഭാഗത്തേക്ക് കൊണ്ടുപോയി. എന്തുകൊണ്ടാണ് അത്തരമൊരു തീരുമാനം എടുത്തത്? അത് തെറ്റായ ജഡ്ജ്മെന്റ് ആയിരുന്നോ, അല്ലെങ്കിൽ ഒരു ഗുരുതര അനാസ്ഥയാണോ? എല്ലാവരുടെയും മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരുന്ന ഒരു ചോദ്യം ഇതായിരുന്നു. സത്യത്തിൽ ഇത് മാത്രമല്ല, ഈ ദുരന്തത്തിന് ശേഷം എല്ലാ കോണിൽ നിന്നും ഡസൻ കണക്കിന് ചോദ്യം ഉയരാൻ തുടങ്ങി. അതിനൊപ്പം നമ്മുടെ രാജ്യത്ത് പലപ്പോഴും കാണുന്ന അതേ പഴയ യാഥാർത്ഥ്യം വീണ്ടും മുന്നിലെത്തി. ഒരു വലിയ ദുരന്തം സംഭവിക്കുന്നത് വരെയും ഈ സംവിധാനത്തിലൊന്നും യാതൊരു ചലനവും സംഭവിക്കാറില്ല. ആരെങ്കിലും ഒന്ന് ഉണർത്തണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ശക്തമായ അടിയേറ്റം ആവശ്യമാകുന്നത് പോലെ ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. ഈ ദുരന്തത്തിന് ശേഷം മധ്യപ്രദേശ് സംസ്ഥാനത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന എല്ലാ ക്രൂസ് ഓപ്പറേഷൻസും ഉടൻ നിർത്തിവെച്ചു. അന്വേഷണം അതിവേഗത്തിൽ ആരംഭിച്ചു. എല്ലാ കോണുകളിൽ നിന്നുമുള്ള പരിശോധനകൾ തുടങ്ങി. അതുമാത്രമല്ല, ഈ ക്രൂസ് സർവീസിൽ ജോലി ചെയ്തിരുന്നവർക്ക് പ്രത്യേക ട്രെയിനിങ് നൽകുന്നുണ്ട്. ഇനി ഇതൊരിക്കലും ആവർത്തിക്കാതിരിക്കാനാണിതെന്ന് അധികൃതർ പറയുന്നു. പക്ഷേ ഇപ്പോഴും അതേ ചോദ്യം അവശേഷിക്കുന്നു. ഈ ട്രെയിനിങ് ഒക്കെ മുൻപേ നൽകാമായിരുന്നല്ലോ. അത് നൽകാത്തത് എന്തുകൊണ്ട്? ഈ കർശന നടപടികൾ മുൻപേ സ്വീകരിക്കാത്തത് എന്തുകൊണ്ട്? ഓരോ തവണയും സിസ്റ്റത്തിനൊന്ന് ഉണരണമെന്നുണ്ടെങ്കിൽ ഒരു നിരപരാധിയുടെ ജീവൻ തന്നെ വേണ്ടിവരുമോ? അതിലും വലിയ ചോദ്യം, ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ നടപടികൾ ശരിക്കും മാറ്റം ഉണ്ടാക്കുമോ? അല്ലെങ്കിൽ കാലക്രമേണ ഇതും മറ്റൊരു ഫയലായി മാറിപ്പോകുമോ? ഈ മുഴുവൻ സംഭവത്തിന് ശേഷം ഒരു കഠിന സത്യം വ്യക്തമായി കാണാൻ തുടങ്ങി. സംവിധാനത്തിനുള്ളിൽ എവിടെയോ ഗുരുതരമായ പോരായ്മകൾ ഉണ്ടായിരുന്നു. ജനങ്ങൾ തുറന്നു പറഞ്ഞ് ചോദ്യം ചെയ്യാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് ഓരോ വലിയ ദുരന്തത്തിന് ശേഷം മാത്രം ഇങ്ങനെയുള്ള നടപടികൾ സ്വീകരിക്കുന്നത്? ദുരന്തത്തിന് ശേഷം മാത്രമേ ജാഗ്രത വരികയുള്ളൂ. എന്തുകൊണ്ട് മുൻകൂട്ടി തയ്യാറെടുപ്പുകൾ ഉണ്ടാകുന്നില്ല? ഈ ചോദ്യം വെറും കോപത്തിൽ നിന്നല്ല ഉയരുന്നത്. ഈ ദുരന്തം അവശേഷിപ്പിച്ച വേദനയിൽ നിന്നാണ് ഉയരുന്നത്. മീഡിയ റിപ്പോർട്ടുകൾ പ്രകാരം ആ ക്രൂസ് ഓടിച്ചിരുന്ന വ്യക്തി, ആ ക്യാപ്റ്റൻ, അയാൾ ഈ ദുരന്തത്തിൽ നിന്ന് ജീവനോടെ രക്ഷപ്പെട്ടു. ഈ ഒരു കാര്യം തന്നെ ആളുകളെ കൂടുതൽ അസ്വസ്ഥരാക്കുകയാണ്. ഒരു വശത്ത് നിരവധി കുടുംബങ്ങൾ തകർന്നു പോകുമ്പോൾ മറ്റൊരു വശത്ത് ആ നിർണായക സമയത്ത് തീരുമാനങ്ങൾ എടുക്കേണ്ട വ്യക്തി ജീവനോടെ പുറത്തു വന്നു. ചിലർ ചോദിച്ചു, സ്വന്തം ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ അവൻ മറ്റുള്ളവരെ പിന്നിലാക്കി പോയോ? ഈ ചോദ്യം കേൾക്കാൻ കടുപ്പമുള്ളതായിരിക്കാം. പക്ഷേ ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഉയരുന്നത് ഇത് തന്നെയാണ്. മറ്റുള്ളവരെ രക്ഷിക്കാൻ അയാൾ എന്തുകൊണ്ട് ശ്രമിച്ചില്ല? ഒരാളെങ്കിലും രക്ഷിക്കാൻ സാധിക്കില്ലായിരുന്നു? ഇപ്പോൾ ഈ വിഷയം വെറും ഈ അപകടത്തെക്കുറിച്ചല്ല, ഉത്തരവാദിത്തത്തെക്കുറിച്ചാണ്. ആ ക്യാപ്റ്റന്മേൽ, ആ ക്രൂവിന്മേൽ, മുഴുവൻ സംവിധാനത്തിന്മേൽ എന്ത് നടപടിയാണ് എടുക്കേണ്ടത്? ഈ ക്രൂസിന്റെ പൈലറ്റിനെയും 2 ക്രൂ മെമ്പേഴ്സിനെയും സർവീസിൽ നിന്ന് പുറത്താക്കി. റിസോർട്ട് ക്രൂസ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു മാനേജറെ സസ്പെൻഡും ചെയ്തു. എന്നാൽ അതുമാത്രം മതിയോ? ഇനിയും ആരും ഇത്തരമൊരു അനാസ്ഥ കാണിക്കാൻ ധൈര്യപ്പെടാത്ത തരത്തിലുള്ള ശിക്ഷ എന്താണ് നൽകേണ്ടത്? കാരണം ഇത് വെറും ചെറിയ പിഴവല്ല സംഭവിച്ചത്. അത്യന്തം ഗുരുതരമായ അനാസ്ഥയുടെ വില നിരവധി ആളുകളുടെ ജീവനായിരുന്നു. ഇപ്പോഴും ഒരു ചോദ്യം അവശേഷിക്കുകയാണ്. അതിന്റെ ഉത്തരം ഓരോരുത്തരുടെയും കാഴ്ചപ്പാടിനെ ആശ്രയിച്ചായിരിക്കും. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ദുരന്തത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം എന്തായിരുന്നു? ഇത് പൂർണ്ണമായും സിസ്റ്റത്തിന്റെ പരാജയമായിരുന്നോ? അല്ലെങ്കിൽ ആ നിർണായക സമയത്ത് എടുത്ത ചില തെറ്റായ തീരുമാനങ്ങളാണോ എല്ലാം മാറ്റിമറിച്ചത്? ഇതുപോലുള്ള യഥാർത്ഥ സംഭവങ്ങളും ആഴത്തിൽ വിശകലനം ചെയ്യുന്ന കഥകളും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുവരെയും ഈ വീഡിയോ കണ്ടിട്ട് ഒരു ലൈക്ക് പോലും ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുക. എങ്കിൽ മാത്രമേ ഈ വീഡിയോ മറ്റൊരുപാട് പേരിലേക്ക് എത്തിക്കാൻ സഹായിക്കൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.